നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോണ ഓരോ മലയാളി കുടുംബത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, രണ്ടുപേർ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ മാസാവസാനം ഈ പണം എവിടെ പോയെന്ന് നമുക്കറിയുന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ എല്ലാവരും വർഷങ്ങളായി ജോലി ചെയ്തിട്ടും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിൽ പലരും രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. മാസാവസാനമാവുമ്പോൾ ശമ്പളം കിട്ടുമ്പോൾ ആ ശമ്പളം ഒന്നിനും തികയാതെ ആ മാസാവസാനം തന്നെ തീരുകയും ചെയ്യുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് വീണ്ടും അടുത്ത മാസത്തെ ശമ്പളത്തിനായി നാം കാത്തിരിപ്പ് തുടരുന്നു. ഇതാണ് എല്ലാവരും ചെയ്തു പോരുന്ന ഒരേ പ്രവൃത്തികൾ. ഇതിന് കാരണം പ്രശ്നം വരുമാനക്കുറവല്ല, മറ്റൊന്നാണ്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിലെ തെറ്റുകളാണ് ഇതിന് പ്രോബ്ലമായി വരുന്നത്. മിഡിൽ ക്ലാസ് ഫാമിലികൾ അറിയാതെ ചെയ്തു പോരുന്ന 10 സാമ്പത്തിക തെറ്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റുക. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണുക, എന്നിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തെ തെറ്റായത് വരുമാനം എത്ര ലഭിക്കുന്നു എന്നറിയാത്തതിലും സ്റ്റാറ്റസ് കൂട്ടിയുള്ള ജീവിത രീതി. നമ്മുടെ സമൂഹം നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള രീതിയാണ് പലരുടെയും ജീവിതം തകർക്കുന്നത്. പാലം പശുവിന് പത്രാസ് കൂടുതലാണ് എന്ന് പറയുന്നത് പോലെ കയ്യിൽ കാശില്ലെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ ഒരു സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി മാത്രം നമ്മൾ വലിയ ചിലവുകൾ ചെയ്യാറുണ്ട്. ആഡംബര കാറുകൾ, വലിയ ഫോണുകൾ എന്നിവ നാട്ടുകാരെ കാണിക്കാൻ മാത്രം വാങ്ങി ലോണെടുത്ത് നമ്മൾ EMI അടയ്ക്കുകയും ചെയ്യുന്നു. ഇത് നമ്മളെ സാമ്പത്തികമായി പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്റ്റാറ്റസ് അല്ല, സേവിംഗ് ആണ് യഥാർത്ഥ ജീവിതത്തിൽ വേണ്ടത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഇതിനെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. വ്യക്തിക്ക് 30,000 രൂപ ശമ്പളം കിട്ടുമ്പോൾ സേവ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് 70,000 80,000 ആയാലും ആ സേവ് ഒന്നും ചെയ്യാൻ ആള് മടി കാണിക്കുന്നു. ഇതാണ് മെയിൻ പോയിന്റ്. എത്ര ശമ്പളം ഉയർന്നാലും സേവ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ അത് എത്ര ശമ്പളം ഉയർന്നാലും സേവ് ചെയ്യാൻ നമ്മൾ കരുതി വെക്കില്ല. കാരണം വരുമാനം ഉയർന്നതിനനുസരിച്ച് ചെലവും ഉയരുന്നു. അതാണ് സാമ്പത്തികമായി എല്ലാവരും മുന്നോട്ട് പോകുന്നതിന് കാരണം. എത്ര വരുമാനമുണ്ടായാലും നമുക്ക് സേവിങ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. സാമ്പത്തികമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകൾ ചെയ്യുന്നത് ആദ്യം സമ്പാദിക്കും, പിന്നീട് നിക്ഷേപിക്കും, പിന്നീട് ബാക്കി വരുന്ന പണമാണ് ചെലവഴിക്കുന്നത്. എന്നാൽ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ നേരെ വിപരീത രീതിയിലാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. രണ്ടാമത്തെ ഒരു തെറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡിനെ അമിതമായി ആശ്രയിക്കുക എന്നതാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഏറ്റവും കൂടുതൽ നമ്മളെ സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ക്രെഡിറ്റ് കാർഡ് നല്ലൊരു ഉപകരണമാണ്, എന്നാൽ തെറ്റായ രീതിയിൽ അത് ഉപയോഗിച്ചാൽ സാമ്പത്തികമായി ഇത് വൻ വീഴ്ചയിലേക്ക് ചെന്ന് ചാടും. ഇപ്പോൾ വാങ്ങാം പിന്നീട് അടയ്ക്കാം എന്ന ചിന്തയാണ് ഇതിൽ പ്രശ്നം വരുന്നത്. ഈസിയായ EMI ഓപ്ഷൻ ലഭിക്കുന്നതിനാൽ നിരവധി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന മലയാളികൾ നിരവധിയാണ്. ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുന്ന ഡേറ്റ് വരുമ്പോഴാണ് ഈ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ള ടെൻഷൻ തുടങ്ങുന്നത്. പണമില്ലാതെ സാധനങ്ങൾ വായ്പ വാങ്ങി ഉപയോഗിക്കുന്ന ഈ ശീലം ഭാവിയിൽ നമ്മളെ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിയിടും എന്ന് ഓർക്കുക. ഇതിനൊരു പരിഹാരമുണ്ട്. ആവശ്യമുള്ളത് മാത്രം കാശ് കൊടുത്തു വാങ്ങുക, അല്ലാത്തത് ഒഴിവാക്കുക എന്നതാണ് ഇതിന്റെ പരിഹാരം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങുന്ന എല്ലാ സാധനങ്ങളുടെയും ഭാവിയിലെ നിങ്ങളെ ശമ്പളമാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. മൂന്നാമത്തെ ഒരു തെറ്റാണ് എമർജൻസി ഫണ്ട് ഇല്ലാതിരിക്കുന്നത്. ഇതാണ് മൂന്നാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. എമർജൻസി ഫണ്ട് എന്താണെന്നും ഇത് ഇല്ലാതിരുന്ന എന്താണ് പ്രോബ്ലം എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇതിൽ അപ്രതീക്ഷിതമായി എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പെട്ടെന്നുള്ള ഒരു ജോബ് ലോസ്, ഒരു ആശുപത്രി ചിലവ്, അല്ലെങ്കിൽ വീടിന് പ്രധാനമായി വരുന്ന മെയിൻ്റനൻസ് ചിലവ്, ഇവയെല്ലാം വരുമ്പോൾ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരും. അതിനാലാണ് ഒരു എമർജൻസി ഫണ്ട് നാം കരുതി വെക്കുക എന്ന് നാം പറഞ്ഞ് ഒരു സേവിങ് ആരംഭിക്കേണ്ടത്. ചുരുങ്ങിയത് ഒരു 6 മാസത്തേക്ക് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഫണ്ടെങ്കിലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ബാങ്കിൽ സൂക്ഷിച്ചു വെക്കണം. എപ്പോഴും എടുക്കുന്ന രീതിയിലാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ എടുത്തെടുത്ത് പോയി അത് എമർജൻസി ഫണ്ട് ഇല്ലാതാവും. അതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം എടുക്കാവുന്ന രീതിയിൽ ബാങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ പഠിക്കണം. ഇത് ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയൊരു അത്യാവശ്യം വരുമ്പോൾ പോലും നമ്മൾ സുഹൃത്തുക്കളോടോ അടുത്ത പലിശക്കാരോടോ കടം വാങ്ങാൻ നമ്മൾ നിർബന്ധിതയായി പോകുന്നത്. ഒരു എമർജൻസി ഫണ്ട് തയ്യാറാക്കി വെക്കുക എന്നുള്ള രീതി എല്ലാവരും പിന്തുടരുക. അടുത്തൊരു തെറ്റാണ് നിക്ഷേപം തുടങ്ങാൻ വൈകിപ്പോകുന്നത്. നമ്മുടെ അച്ഛനമ്മമാർ പറഞ്ഞു തന്നിട്ടുള്ളത് ബാക്കി വരുന്ന പണം ബാങ്കിൽ നിക്ഷേപിക്കാനോ സ്വർണം വാങ്ങി വെക്കാനോ ആണ് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ബാങ്കിൽ FD ഇടുന്നതും സ്വർണം വാങ്ങി വെക്കുന്നതും നല്ലതാണ്. എന്നിരുന്നാലും ഇന്നത്തെ പണപ്പെരുപ്പ നിരക്ക് വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വളരെ കുറവാണ്. പണം ഉണ്ടാക്കണമെങ്കിൽ നാം നിക്ഷേപങ്ങൾ, ഓഹരി വിപണി, SIP, അങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ എന്നിവയെക്കുറിച്ച് പഠിച്ചിട്ട് അതിൽ നിക്ഷേപിച്ചാൽ മാത്രമാണ് മൂല്യം. ഈ കാലത്ത്
ഉണ്ടാകുന്ന പണപ്പെരുപ്പത്തിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ വക നിക്ഷേപങ്ങളിൽ ചേർന്ന് നമ്മൾ നിക്ഷേപിച്ചാൽ മാത്രമാണ് പണത്തിന് മൂല്യമുണ്ടാവുകയുള്ളൂ പിന്നീട്. അല്ലെങ്കിൽ കിട്ടുന്ന മൂല്യം പണം വെറുതെ നഷ്ടമാവുന്ന രീതിയാണ് ബാങ്കിലെ സാധാരണ നിക്ഷേപത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത ഒരു തെറ്റാണ് ഇൻഷുറൻസ് എടുക്കാതെ പോകുന്നത്. പലരും ഇൻഷുറൻസിനെ കാണുന്നത് ഒരു ചെലവായിട്ടാണ്, അല്ലാതെ ഒരു സേഫ്റ്റി നെറ്റ് ആയിട്ടല്ല. എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന അമിതമായ ആത്മവിശ്വാസമാണ് ഈ ഇൻഷുറൻസ് എടുക്കാത്തതിന്റെ പിന്നിൽ. എന്നാൽ ഒരു വലിയ അസുഖമോ ആശുപത്രി കേസോ വന്നാൽ നിങ്ങളുടെ ഒരു കുടുംബത്തിന്റെ മൊത്തം സമ്പാദ്യവും ഒറ്റ ദിവസം കൊണ്ട് ആശുപത്രി ബില്ലായി മാറും എന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിനാൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ടേം ലൈഫ് ഇൻഷുറൻസും എടുക്കുന്നത് ആഡംബരമല്ല, അത്യാവശ്യമാണെന്ന് നാം ധരിക്കണം. ഇത് കുടുംബത്തിന്റെ ഒരു ആവശ്യമായി തന്നെ നാം കരുതണം. അടുത്ത ഒരു തെറ്റാണ് അടിയന്തര ആവശ്യത്തിനല്ലാതെ ഒരു വലിയ വീട് വെക്കാനുള്ള ആർത്തി. ഇതാണ് അടുത്തൊരു തെറ്റ്. മലയാളികളുടെ എക്കാലത്തെയും ഒരു സ്വപ്നങ്ങളിൽ ഒന്നാണ് ഒരു സ്വന്തമായ ഒരു വീട് നിർമ്മിക്കുക എന്നത്. എന്നാൽ ആഗ്രഹങ്ങളുടെ പുറത്ത് നമുക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിൽ വലിയ വീടുകൾ നിർമ്മിച്ച് അതിന്റെ ലോൺ അടിച്ച് തീർക്കാൻ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടുന്ന രീതിയാണ് എല്ലാവരും കണ്ടുവരുന്നത്. വീട് എന്നത് നമുക്ക് താമസിക്കാനുള്ള ഒരു ഇടമാണ്, അല്ലാതെ നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു പ്രദർശന വസ്തുവല്ല. വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ഹൗസ് ലോണിന്റെ അടവിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മിച്ചം വെക്കാനുള്ള പൈസ ഇല്ലാതാകുന്നു. ഈ കാര്യങ്ങൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാക്കുന്നത് വീട് പണിക്ക് വേണ്ടി ആർഭാടമായി നമ്മൾ പൈസ ലോൺ എടുത്ത് വലിയ വീടുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു ചെറിയ വീടിന് വേണ്ടി നമ്മൾ ചെറിയ പൈസ ലോൺ എടുത്താൽ കുഴപ്പമില്ല. എല്ലാ ആർഭാടമായി വീടെടുത്ത് അതിൽ ലോൺ പൈസ അടച്ചടച്ച് ശമ്പളത്തിന്റെ പകുതി ഭാഗം അതിലേക്ക് പോകുന്നതാണ് മറ്റു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത്. ഒരു തെറ്റാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിവേചനരഹിതമായി കടമെടുക്കൽ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം നൽകണം എന്നതിൽ രണ്ടഭിപ്രായമില്ല. പക്ഷേ പല മിഡിൽ ക്ലാസ് മാതാപിതാക്കളും കയ്യിലുള്ള സർവ്വതും നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ന് ചിന്തിച്ച് നമ്മൾ ഭാവിയിലുള്ള റിട്ടയർമെന്റിനോ ഭാവി സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ പഠിത്തത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നു. ഇതാണ് തെറ്റ്. കുട്ടികളുടെ ഭാവി പ്രധാനമാണ്. എന്നാൽ നിങ്ങൾ മാതാപിതാക്കൾ ഭാവി കാലത്ത് വാർദ്ധക്യകാലത്ത് മറ്റൊരാരെയും ആശ്രയിക്കേണ്ടി വരില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നത് ഈ സാമ്പത്തികമായി ഒന്നും വാർദ്ധക്യകാലത്തിലേക്ക് കരുതി വെക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാം കടമെടുക്കുക എന്നതാണ് നമുക്ക് പറയാനുള്ളത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസ വായ്പ ലഭിക്കും, പക്ഷേ റിട്ടയർമെന്റിന് വായ്പയൊന്നും ലഭിക്കുകയില്ല. അതുകൊണ്ട് റിട്ടയർമെന്റ് ലൈഫ് ബാലൻസ് ചെയ്തുള്ള സാമ്പത്തിക പ്ലാനിങ് അത്യാവശ്യമാണ്. എല്ലാ പൈസയും വിദ്യാഭ്യാസത്തിന് മാത്രമായി നാം ചെലവഴിക്കരുത്. വൃദ്ധപ്രായത്തിൽ സാമ്പത്തികമായി സ്വതന്ത്രമായിരിക്കുക എന്നത് കുട്ടികൾക്ക് കൂടി സമാധാനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അടുത്ത ഒരു തെറ്റാണ് ബഡ്ജറ്റ് ഇല്ലാതെ പണം ചെലവഴിക്കുന്നത്. മാസാവസാനം എന്റെ പണം എങ്ങോട്ട് പോയി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ആരുടെയും ഉത്തരമില്ലാതായി പോകും. നമ്മൾക്ക് ആർക്കും കൃത്യമായ ഒരു ബഡ്ജറ്റ് ഇല്ല എന്നതാണ് ഇതിന് ഉത്തരമില്ലാത്തത്. വരുമാനം ലഭിച്ച അപ്പം തന്നെ നമ്മൾ സേവിങ്ങിനുള്ള പൈസ മാറ്റിവെക്കണം. അല്ലാതെ വരുമാനം ലഭിച്ച അപ്പം തന്നെ ചിലവുകൾക്കുള്ള പൈസ എല്ലാം മാറ്റി ചിലവുകൾ കഴിഞ്ഞ് ഇനി സേവ് ചെയ്യുക എന്ന് തീരുമാനമെടുക്കരുത്. ബാക്കി വരുന്ന തുക കൊണ്ട് മാത്രം ജീവിക്കാൻ ശീലിക്കുക. അല്ലാതെ നമ്മൾ ഈ കുറച്ച് പണം ചിലവാക്കി കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ സേവ് ചെയ്യാം എന്ന ഒരു മെത്തേഡിൽ പോകരുത് ആരും. നമ്മൾക്കുണ്ടാവുന്ന വരവും ചിലവും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ആരും മടി കാണിക്കരുത്. അടുത്തൊരു തെറ്റാണ് റിട്ടയർമെന്റ് പ്ലാനിങ് വളരെ വൈകി തുടങ്ങുന്നത്. എല്ലാ മലയാളികളും റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ 45-50 വയസ്സാകുമ്പോഴാണ്. ഈ ചിന്തിക്കുന്നത് തന്നെ വലിയൊരു തെറ്റാണ്. നിങ്ങൾ എത്ര നേരത്തെ നിക്ഷേപം തുടങ്ങുന്നുവോ അത്രയും പണം കോമ്പൗണ്ടിങ് വഴി നിങ്ങൾക്ക് തിരികെ ലഭിച്ചുകൊണ്ടിരിക്കും. ജോലിയുടെ ആദ്യ നാളുകളിൽ തന്നെ റിട്ടയർമെന്റിനായി ചെറിയൊരു തുകയെങ്കിലും മാറ്റിവെക്കാൻ തുടങ്ങുക. അത് ചെറിയ തുകയായാൽ മതി, വലിയ എമൗണ്ട് മാറ്റിവെക്കണമെന്നില്ല. കുറച്ച് പണമെങ്കിലും ജോലിയുടെ ആദ്യ നാളുകളിൽ തുടങ്ങി തന്നെ നമ്മൾ മാറ്റിവെക്കണം. വാർദ്ധക്യത്തിൽ സ്വന്തം മക്കളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥ വരാതെ സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ ഈ കരുതൽ അത്യാവശ്യമാണ്. നമ്മളുടെ അടുത്തൊരു തെറ്റാണ് സാമ്പത്തികമായി അറിവില്ലായ്മ. അന്യരുടെ ഉപദേശങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുക എന്നത്. സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പഠിക്കുന്നത്. പണം എവിടെ നിക്ഷേപിക്കണമെന്ന് നാം മറ്റുള്ളവരുടെ ഉപദേശം കണ്ണടച്ച് വിശ്വസിക്കുന്നു. ബന്ധുക്കൾ പറഞ്ഞു തന്നു, ഫ്രണ്ട്സ് പറഞ്ഞു തന്നു എന്ന് വിചാരിച്ച് നമ്മൾ സ്വന്തമായി പഠിക്കാതെ പണം എവിടെയും നിക്ഷേപിക്കരുത്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നാം സ്വയം പഠിക്കുക. പണം എങ്ങനെ വളർത്തണമെന്ന് നാം സ്വയം അറിഞ്ഞിരിക്കണം. അടുത്തതായി വരുത്തുന്ന ഒരു തെറ്റ് ഒരൊറ്റ സാമ്പത്തിക സ്രോതസ്സിൽ മാത്രം ആശ്രയിക്കുന്നു എന്നതാണ്. പല കുടുംബങ്ങൾക്കും ഒരു വരുമാനമാണ് ഉള്ളത്. ഇത് ജോലി നഷ്ടപ്പെട്ടാൽ എല്ലാം അവതാളത്തിലാവും. അതുകൊണ്ട്
ഒരു സൈഡ് ഇൻകം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നാം തീരുമാനിച്ചിരിക്കണം. അതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നാം കരുതിക്കൊണ്ടേയിരിക്കണം. സൈഡായിട്ട് ഇൻകം വരുന്ന ഏതെങ്കിലും ബിസിനസ്സും നാം കണ്ടുപിടിച്ചിരിക്കണം. ഇത് നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ വരുമാനത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടായാൽ ഈ സൈഡ് ഇൻകം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ 10 തെറ്റുകൾ ഏതെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്തുകൊണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റാൻ ശ്രമിക്കുക. ഏത് തെറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് കമന്റിൽ പറയാൻ മടിക്കരുത്. സുഹൃത്തുക്കളെ, മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം പോകുന്നത് വരുമാനം കുറഞ്ഞതുകൊണ്ടല്ല, ഈ സാമ്പത്തികമായ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ടാണ്. നാം കണ്ട 10 തെറ്റുകൾ ഇവയെല്ലാമാണ്. വരുമാനം കൂടുമ്പോൾ ചെലവ് കൂടുക, ക്രെഡിറ്റ് കാർഡിന്റെ ദുരുപയോഗം, എമർജൻസി ഫണ്ട് ഇല്ലാതിരിക്കുക, ഒരു നിക്ഷേപം തുടങ്ങാൻ വൈകിപ്പിക്കുക, ഇൻഷുറൻസ് എന്നതിനെ കുറിച്ച് അറിവില്ലായ്മയെ കൊണ്ട് ഇൻഷുറൻസ് തുടങ്ങാതിരിക്കുക, റിട്ടയർമെന്റ് ലൈഫിനെ അവഗണിക്കുക, മറ്റുള്ളവരെ കണ്ട് താരതമ്യം ചെയ്ത് ജീവിക്കുക, സാമ്പത്തികമായ വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുക, ഒറ്റ വരുമാനത്തെ ആശ്രയിക്കുക, ലക്ഷ്യങ്ങളില്ലാത്ത സാമ്പത്തിക ജീവിതം. ഇവയെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന 10 തെറ്റുകൾ. മിഡിൽ ക്ലാസ് ഫാമിലികൾ ഈ 10 തെറ്റുകൾ ഒഴിവാക്കിയാൽ നമ്മൾക്ക് സാമ്പത്തികമായി മുന്നേറാൻ സാധിക്കുന്നത് ഉറപ്പാണ്. സമ്പന്നനാകാൻ ശരിയായ സാമ്പത്തിക ശീലങ്ങൾ അറിഞ്ഞു തന്നെ വേണം. കൂടുതൽ ശമ്പളം കിട്ടിയിട്ട് കാര്യമില്ല. ഇത് തന്നെ നിങ്ങൾ ഒരു തീരുമാനമെടുക്കൂ. ഇന്നു മുതൽ ഞാൻ സമ്പാദിക്കുന്ന പണം ശരിയായ രീതിയിൽ മാത്രമേ വിനിയോഗിക്കുകയുള്ളൂ എന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കുടുംബത്തിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇത്തരത്തിലുള്ള കൂടുതൽ യൂസ്ഫുള്ളായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.